ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമസ്കാരം. ഞാൻ ഇന്ന് പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യാൻ വെച്ചു. അപ്പൊ ഇതിന്റെ കൂടെ എനിക്കൊരു കാരണം, നിങ്ങളോട് ഒരു കാര്യം, ഒരു എന്താ പറയാ, ഞാൻ നമ്മളെ ചാനല് തുടങ്ങിയിട്ട് ഇപ്പം കുറച്ചായി. അപ്പം ഞാൻ എപ്പോഴും ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ക്രിയേറ്റീവ് ആയിട്ട് എന്ന് പറയുമ്പോൾ അതായത് നമ്മളെ ഈ ഒരു ചാനൽ റിയാക്ഷൻ മാത്രമല്ലാതെ നമ്മളൊരു മെയിൻ കണ്ടന്റ് ഇപ്പോൾ ലാലേട്ടനാണ്. ഇതുവരെ ഒരു യൂട്യൂബ് ചാനലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. സോ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഐഡിയ അത് നിങ്ങളായിട്ടൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാനാണ്. അത് എത്രത്തോളം അത് പോസിബിൾ ആണെന്നും അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ജസ്റ്റ് ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാനത് നിങ്ങളോട് എൻ്റെ തന്നെ അഭിപ്രായം ചോദിക്കാന്ന് വിചാരിച്ചു. അതായത് അതാണ് ഈ വീഡിയോ ആയിട്ട് വരാൻ കാരണം. വേറൊന്നുമല്ല, നമ്മളെപ്പോഴും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കാര്യം, അതായത് നമ്മൾക്ക് ഏറ്റവും ഫാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 80s 90s ലാലേട്ടൻ സിനിമകളുടെ ഫാൻസ് ആണ്. ഇപ്പോഴും നിന്റെ വീഡിയോസ് പോലും എനിക്ക് റീച്ച് മനസ്സിലാവും. നമ്മൾ പഴയ ലാലേട്ടൻ മൂവീസിനെ പറ്റി സംസാരിക്കുമ്പോൾ ഭയങ്കര റീച്ചാണ്. സോ ഞാനടക്കമുള്ള എനിക്ക് പലരും അങ്ങനെ ഉണ്ട്, ഒരുപാട് പേരുണ്ട്. സോ പഴയ ലാലേട്ടൻ സിനിമകൾ നമ്മൾ തിയേറ്ററിൽ നമുക്ക് കാണാൻ പറ്റാതെ പോയ, തിയേറ്ററിൽ കാണാൻ പറ്റാതെ പോയ ലാലേട്ടൻ സിനിമകളാണ് പറയുന്നത്. അപ്പം അതിന്റെ ഒരു എക്സ്പീരിയൻസ് അതിന്റെ കൂടെ ഞാൻ പറയും, ഈ റിയാക്ഷൻ, എന്തുകൊണ്ടാണ് ഈ റിയാക്ഷൻ ചാനൽസ് ഇത്ര പോപ്പുലർ ആവാൻ, എന്റെ എന്നല്ല എല്ലാവരും ഇത്ര പോപ്പുലർ ആവാൻ കാരണം എന്താ വെച്ചാല്, എനിക്ക് തോന്നിയ അത്രേ ഉള്ളൂ. കാരണം ഞാൻ ഭയങ്കര റിയാക്ഷൻ ചാനൽസ് ബാക്കിയുള്ള ആൾക്കാരത് കാണുന്ന ആളാണ്. മലയാളികളും വലിയ ഇന്ത്യയിലുള്ള പല ലാംഗ്വേജുകളും. അതിന്റെ എന്റെ ഇൻട്രസ്റ്റ് എന്താ വെച്ചാൽ, അവര് ലാലേട്ടനെ കുറിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കൺസെപ്റ്റ്, ഒരു കണ്ടന്റ്, നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളെ കുറിച്ചിട്ട് വേറെ ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോഴുള്ള എന്താണ് ആ ഒരു ഫീൽ എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ വേറൊരാള് നമ്മൾക്ക് മനസ്സിൽ തോന്നിയ സെയിം സബ്ജക്റ്റും സെയിം കാര്യങ്ങളും അതിലൂടെ സംസാരിക്കുക കേൾക്കുമ്പോൾ നമുക്കൊരു രസമാണ് കേൾക്കാൻ. സോ അത് തന്നെയാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എന്റെ പ്ലാൻ ഇത്രേ ഉള്ളൂ, നമുക്ക് ലാലേട്ടന്റെ പഴയ സിനിമകൾ, അതായത് ലൈവായിട്ട് ഞാൻ എന്റെ ചാനലിൽ ലാലേട്ടന്റെ പഴയ സിനിമകൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ എത്ര പേര് ലൈവായിട്ട് വന്ന് കാണും. സോ നമ്മളൊരു കൂട്ടം ആൾക്കാർ ഇരുന്ന് കാണുന്ന പോലത്തെ ഒരു ഫീല്, അത് എനിക്ക് എന്റെ തലയിൽ തോന്നിയൊരു ഐഡിയ ആണ്. അത് ഞാൻ അധികാരം ചെയ്തിട്ട് കണ്ടിട്ടില്ല. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതിൽ എനിക്കറിയാൻ ഭയങ്കര ആഗ്രഹം. കാരണം അഭിപ്രായം എനിക്ക് കറക്റ്റ് കമന്റ് ആയിട്ട്, എല്ലാവരും കമന്റ് ആയിട്ട് പറ്റുകയാണെങ്കിൽ അഭിപ്രായം പറയുകയാണെങ്കിൽ വളരെ സന്തോഷം. കാരണം നമ്മൾ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു, ഒരു സിനിമ നമ്മൾ പോളൊക്കെ നടത്തിയിട്ട് ഒരു സിനിമ ചൂസ് ചെയ്യുന്നു. ഒരു ഡേറ്റിൽ ആ സിനിമ നമ്മൾ ലൈവായിട്ട് ഞാൻ വന്നിട്ട് നമ്മുടെ ചാനലിൽ ലൈവായിട്ട് പ്ലേ ചെയ്യും. നിങ്ങൾ കമന്റിൽ ഓൺലൈൻ ആയിരിക്കും എപ്പോഴും. സോ എനിക്ക് തോന്നുന്നു അപ്പോഴും നമ്മളിത് എല്ലാവരും കൂടി ഇത് കാണുന്ന ഒരു ഫീൽ കിട്ടുന്നതാണ് എന്റെ പ്രതീക്ഷ. അത് വേറൊരു ലെവലിലേക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും ഞാൻ ആലോചിക്കുന്നുണ്ട്. ആ ഒരു വ്യൂവിങ്, എല്ലാവരും കൂടി ഇരുന്നിട്ടുള്ള വ്യൂവിങ്. ബട്ട് എനിക്കറിയില്ല ലൈവിലേക്ക് എനിക്ക് എത്ര പേരെ ലൈവില് എടുത്തിട്ട് ആ ഒരു ഓപ്ഷൻ അതിൻ്റെ ഉണ്ടോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷെ ഒന്നില്ലെങ്കിൽ ഇപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച്, കാരണം കമന്റിൽ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും എല്ലാവരും. സോ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെ ഉണ്ടാവും? നമ്മളിങ്ങനെ ഇരുന്നിട്ട് ലാലേട്ടന്റെ, നമ്മൾ മിസ്സായപ്പോൾ തൂവാനത്തുമ്പികള്, ദശരഥം, നമ്മൾ തിയേറ്ററിൽ കാണാതെ മിസ്സായ സിനിമകൾ നമ്മൾ വീണ്ടും റീവാച്ച് ചെയ്യണം. അത് നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് പറയാം. എന്താ പറയാ, നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കണം. അങ്ങനെയാണെങ്കിൽ താല്പര്യമുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ, കുറച്ച് പേരായാലും മതി, നമുക്ക് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാം, ഒരു സിനിമ സെലക്ട് ചെയ്യാം, എന്നിട്ട് അത് ലൈവായിട്ട് നമുക്ക് എല്ലാവർക്കും ഇരുന്ന് കാണാം. കാരണം നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത ഒരുപാട് ലാലേട്ടൻ സിനിമകളുണ്ട്. ഓഫ്കോഴ്സ് നമ്മളെ തൂവാനത്തുമ്പികള്, ദശരഥം, ഈ പഴയത് നമ്മൾ തീരെ കാണാത്ത, ഞാൻ ഇപ്പോഴും 8 പല സിനിമകളും കാണാത്തുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് കാണാത്ത. സോ അങ്ങനത്തെ സിനിമകളൊക്കെ നമുക്ക് കൂട്ടമായിട്ട് സെലക്ട് ചെയ്തിട്ട് കാണാം. ഞാൻ ഈ പറഞ്ഞ ഒരു പുതിയൊരു കൺസെപ്റ്റിനോട് നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ ഭയങ്കര ആഗ്രഹം. ഓക്കെ, സോ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.